ഹായ്, PC പ്രീവിയസ് സോൾവഡ് ടെൻസ് ക്വസ്റ്റ്യൻസ് പാർട്ട് 1. കഴിഞ്ഞ 5 വർഷത്തോളമായി PSC ആവർത്തിച്ച് ചോദിക്കുന്ന ഇംഗ്ലീഷിലെ ടെൻസുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഹി ഡാഷ് എ മിൽ ഇൻ ഹിസ് ടൗൺ. ഹി ഡാഷ് എ മിൽ ഇൻ ഹിസ് ടൗൺ. ഫീൽഡ് അസിസ്റ്റൻ്റ് തൃശ്ശൂരും വയനാടും 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ എ ഹാവ്, ഓപ്ഷൻ ബി ഹാസ്, ഓപ്ഷൻ സി ഈസ് ഹാവിങ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഹി ഡാഷ് എ മിൽ ഇൻ ഹിസ് ടൗൺ. ഏതാണ്? പ്രസൻറ്റ് ടെൻസിൽ ഹി, ഷീ, ഇറ്റ് എന്നുള്ളതിന് ഉണ്ട് എന്ന അർത്ഥത്തിൽ ഹാസാണ് ഉപയോഗിക്കുക. ഹി ഹാസ് എ മിൽ ഇൻ ഹിസ് ടൗൺ. ഓക്കെ. ഐ, യു, ദേ, വി അതിൻ്റെ കൂടെ ഹാവും ഉപയോഗിക്കും. ഐ ഹാവ്, യു ഹാവ്, വി ഹാവ്, ദേ ഹാവ്. ഇവിടെ ഹി ഹാസ് എ മിൽ ഇൻ ഹിസ് ടൗൺ. ഹി ഹാസ്, ഷീ ഹാസ്, ഇറ്റ് ഹാസ് എന്നുള്ള രീതിയിൽ. ഓക്കെ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഹാസ് എന്നുള്ളതാണ്. ഹി ഹാസ് എ മിൽ ഇൻ ഹിസ് ടൗൺ. Second question. My mother has been dash in bed all morning. My mother has been dash in bed all morning. Option A lying, option B laying, option C lying, option D lying. ഏതാണ് കറക്റ്റ് ആൻസർ? ഒരുപാട് തവണ PSC ചോദിച്ച് നമ്മളെ വട്ടം കറക്കുന്ന ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യനാണിത്, ലൈ എന്നതിൻ്റെ. ഈ ലൈൻ്റെ കറക്റ്റ് യൂസേജ് അറിയണമെങ്കിൽ ഇതിൻ്റെ മുമ്പ് ഞാൻ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, LYING, ലൈയിങ്. മൈ മദർ ഹാസ് ബീൻ ലൈയിങ്, കിടക്കുക എന്നുള്ള അർത്ഥത്തിൽ. മൈ മദർ ഹാസ് ബീൻ ലൈയിങ് ഇൻ ബെഡ് ആൾ മോർണിംഗ്. ഓപ്ഷൻ സി. ഓക്കെ. മറ്റ് ലൈയിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. അത് എങ്ങനെ എന്നുള്ളത് ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ് ഉണ്ട്, അതിൽ പോയിട്ട് നോക്കുക. തേർഡ് ക്വസ്റ്റ്യൻ. മിസ്റ്റർ ജോൺ ഡാഷ് ലെറ്റേഴ്സ് എവറി ഡേ. മിസ്റ്റർ ജോൺ ഡാഷ് ലെറ്റേഴ്സ് എവറി ഡേ. ഓപ്ഷൻ എ ഹാസ് റിട്ടൺ, ഓപ്ഷൻ ബി ഈസ് റൈറ്റിംഗ്, ഓപ്ഷൻ സി റൈറ്റ്സ്, ഓപ്ഷൻ ഡി റോട്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ നമ്മൾ നോക്കുക, എവരി ഡേ എന്നുള്ളൊരു വാക്ക് വന്നത് കൊണ്ട് എല്ലാ ദിവസവും പതിവായിട്ട് ചെയ്യുന്ന കാര്യമാണ്. പതിവായിട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ പറയുക സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എവരി ഡേ വരിക. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഇവിടെ ഒന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. ഏതാണത്? ഓപ്ഷൻ സി റൈറ്റ്സ്. മിസ്റ്റർ ജോൺ എന്നുള്ളത് ഒരാൾ സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ ആയിട്ടുള്ള വെർബ് തന്നെ ഉപയോഗിക്കണം, റൈറ്റ്സ്. അപ്പോൾ മിസ്റ്റർ ജോൺ റൈറ്റ്സ് ലെറ്റേഴ്സ് എവരി ഡേ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. മിസ്റ്റർ ജോൺ ഡാഷ് ലെറ്റേഴ്സ് എവരി ഡേ. ഓക്കെ. അതായത് യൂഷ്വലി, ജനറലി, ആൾവേസ്, ഓഫൺ, ഒക്കേഷൻലി, ഫ്രീക്വൻലി, റെഗുലർലി, ഹാർഡ്ലി, റയർലി, ഡെയിലി, വീക്ക്ലി, എവരി ഡേ ഇതെല്ലാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസുമായി ബന്ധപ്പെട്ട ടൈം വേർഡാണ്. ഈ വാക്കുകളെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സെൻറ്റൻസ് ഏതായിരിക്കും? സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ചേഞ്ച് ഇൻ ടു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റാനാണ് തന്നിട്ടുള്ളത്. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ രൂപം നമ്മളപ്പോൾ മനസ്സിൽ കാണാം. ഹാഡ് പ്ലസ് V3 എന്നുള്ളതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. ക്വസ്റ്റ്യൻ നോക്കാം. ഹി ഹയേഴ്സ് എ ബോട്ട്. ഹി ഹയേഴ്സ് എ ബോട്ട്. അപ്പോൾ ഹാഡ് പ്ലസ് V3 നോക്കിയാൽ മതി. ഹി ഹാസ് ഹയേർഡ് എ ബോട്ട്. ഹി ഹാഡ് ഹയേർഡ് എ ബോട്ട്. ഹി ഹാഡ് ബീൻ ഹയേർഡ് എ ബോട്ട്. ഹി ഹാഡ് ബീൻ ഹയറിങ് എ ബോട്ട്. അപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് എന്ത് മതി? പാസീവ് വോയിസ് ഒന്നും വേണ്ട, നമുക്ക് കറക്റ്റായിട്ടുള്ള ടെൻസ് മതി. ഹി ഹാഡ് ഹയേർഡ് എ ബോട്ട്. നാലാമത്തെ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് നാലാമത്തെ ആൻസർ. ഓപ്ഷൻ ബി. ഹി ഹയേഴ്സ് എ ബോട്ട് എന്നുള്ളതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് രൂപമാണ് ഹി ഹാഡ് ഹയേർഡ് എ ബോട്ട് എന്നുള്ളത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ്. Fill in the blank with the correct form of the verb. For him, dash back was unthinkable. For him, dash back was unthinkable. Option A to sail, option B sail, option C sailing, option D sailed.
ടു സെയിൽ, സെയിൽ, സെയിലിംഗ്, സെയിൽഡ്. ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ? ഫോർ ഹിം. ഇവിടെ വരുന്നത് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ടു സെയിൽ എന്നുള്ളതാണ്. ഓപ്ഷൻ എ, ടു സെയിൽ. ഫോർ ഹിം ടു സെയിൽ ബാക്ക് വാസ് അൺതിങ്കബിൾ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ, fill in the blank with suitable models. Sixth question, fill in the blank with suitable models. We dash not use the telephone after the storm. We dash not use the telephone after the storm. Should, might, would, could. ഇതിൻ്റെ മീനിങ് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് എന്താണെന്ന് മനസ്സിലാകും. വി ഡാഷ് നോട്ട് യൂസ് ദ ടെലിഫോൺ ആഫ്റ്റർ ദ സ്റ്റോം. കാറ്റിന് ശേഷം ഞങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല? ടെലിഫോൺ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കഴിഞ്ഞില്ല എന്ന് പറയാൻ പാസ്റ്റിൽ ഉപയോഗിക്കുന്ന വാക്യത കുഡ്. വി കുഡ് നോട്ട് യൂസ് ദ ടെലിഫോൺ ആഫ്റ്റർ ദ സ്റ്റോം. ഓപ്ഷൻ ഡി ആണ്. ആറാമത്തെ ആൻസർ ഓപ്ഷൻ ഡി. വി കുഡ് നോട്ട് യൂസ് ദ ടെലിഫോൺ ആഫ്റ്റർ ദ സ്റ്റോം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 7th one, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, സീത ഡാഷ് ദ ലെറ്റർ യെസ്റ്റർഡേ. സീത ഡാഷ് ദ ലെറ്റർ യെസ്റ്റർഡേ. ഈ സെൻറ്റൻസ് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതായത് യെസ്റ്റർഡേ എന്നുള്ള ടൈം വേർഡ് വന്നിട്ടുണ്ട്. യെസ്റ്റർഡേ, എഗോ, ലാസ്റ്റ്, പ്രീവിയസ്, ഫോർമർ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ എന്താണ്? എഗോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് സിമ്പിൾ പാസ്റ്റിലായിരിക്കും. നേരത്തെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് പറഞ്ഞു. ഇതുപോലത്തെ കുറച്ച് വാക്കുകൾ വന്നാൽ അത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഇവിടെ സിമ്പിൾ പാസ്റ്റുമായി ബന്ധപ്പെട്ട് ടെൻസ് ഏതാ നോക്കാം. ഹാസ് റിട്ടൺ. ഹാസ് റിട്ടൺ എന്നുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഹാഡ് റിട്ടൺ എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. റോട്ട് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റ് ആണ്. റൈറ്റ്സ് എന്നുള്ളത് സിമ്പിൾ പ്രസൻ്റ് ആണ്. നമുക്ക് വേണ്ടത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ റോട്ട്, കാരണം യെസ്റ്റർഡേ അവിടെ വന്നത് കൊണ്ട് സിമ്പിൾ പാസ്റ്റ് മതി. അപ്പോൾ സീത റോട്ട് ദ ലെറ്റർ യെസ്റ്റർഡേ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി, സീത റോട്ട് ദ ലെറ്റർ യെസ്റ്റർഡേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, രാജു ലുക്ക്ഡ് അറ്റ് മീ വിത്തൗട്ട് ഡാഷ് എ വേർഡ്. രാജു ലുക്ക്ഡ് അറ്റ് മീ വിത്തൗട്ട് ഡാഷ് എ വേർഡ്. ഏതാണ് കറക്റ്റ് ആൻസർ? സേ, സെയ്സ്, സേയിങ്, സെഡ്. ഏതാണ്? ഓപ്ഷൻ സി, സേയിങ് എന്നുള്ളതാണ്. എട്ടാമത്തെ ആൻസർ ഓപ്ഷൻ സി, സേയിങ് എന്നുള്ളതാണ്. രാജു ലുക്ക്ഡ് അറ്റ് മീ വിത്തൗട്ട് സേയിങ് എ വേർഡ്. രാജു ലുക്ക്ഡ് അറ്റ് മീ വിത്തൗട്ട് സേ എ വേർഡ് എന്നല്ല, സെയ്സ് എ വേർഡ് എന്നല്ല, സേയിങ് എ വേർഡ് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെൻ ഐ റീച്ച്ഡ് ദ ഓഫീസ് ദ മാനേജർ ഡാഷ്. വെൻ ഐ റീച്ച്ഡ് ദ ഓഫീസ് ദ മാനേജർ ഡാഷ്. ഓപ്ഷൻ എ went, ബി has gone, സി had gone, ഡി will go. വെൻ ഐ റീച്ച്ഡ് ദ ഓഫീസ് ദ മാനേജർ ഡാഷ്. അതായത് രണ്ട് കാര്യങ്ങളും പാസ്റ്റ് ടെൻസിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ ഓഫീസിലേക്ക് എത്തിയപ്പോഴേക്കും മാനേജർ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആദ്യം നടന്ന കാര്യം മാനേജർ പോവുക എന്നുള്ളതാണ്. മാനേജർ പോയതിന് ശേഷമാണ് ഞാൻ അവിടെ എത്തിച്ചേർന്നത്. ഓക്കെ, അപ്പോൾ മാനേജർ ആദ്യം പോയി. അപ്പോൾ അതെങ്ങനെ പറയണം? ഹാഡ് പ്ലസ് V3 പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഹാഡ് ഗോൺ. വെൻ ഐ റീച്ച്ഡ് ദ ഓഫീസ് ദ മാനേജർ ഹാഡ് ഗോൺ എന്നുള്ളത് അത്രയേ ഉള്ളൂ. മാനേജർ ഹാഡ് ഗോൺ. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഗോ, വെൻറ്റ്, ഗോൺ. മൂന്നാമത്തെ രൂപം ഗോൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ, മൈ ഫാദർ. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് ശ്രദ്ധിക്കുക. മൈ ഫാദർ ഡാഷ് ഹോം വെൻ ഐ റീച്ച്ഡ് ദർ. മൈ ഫാദർ ഡാഷ് ഹോം വെൻ ഐ റീച്ച്ഡ് ദർ. ഓപ്ഷൻ എ ഈസ് ലിവിങ്, ഓപ്ഷൻ ബി ലിവ്സ്, ഓപ്ഷൻ സി ഹാഡ് ലെഫ്റ്റ്, ഓപ്ഷൻ ഡി ലെഫ്റ്റ്. നേരത്തെ പോലെ അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. മൈ ഫാദർ ഡാഷ് ഹോം വെൻ ഐ റീച്ച്ഡ് ദർ. ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ ഫാദർ അവിടെ നിന്ന് പോയിരുന്നു. എന്ത് പറയാം? ആദ്യം നടന്നത് ഫാദർ പോവുക എന്നുള്ളതാണ്. അങ്ങനെ രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടന്നാൽ ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ഹാഡ് ലെഫ്റ്റ് എന്നുള്ളതാണ്. മൈ ഫാദർ ഹാഡ് ലെഫ്റ്റ് ഹോം വെൻ ഐ റീച്ച്ഡ് ദർ. ഓക്കെ, ഓപ്ഷൻ സി ഹാഡ് ലെഫ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യൻ,
ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഡാഷ് 90-90. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഡാഷ് 90-90. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ഫ്രം, ഓപ്ഷൻ ബി ടിൽ, ഓപ്ഷൻ സി സിൻസ്, ഓപ്ഷൻ ഡി ബിഫോർ. ഫ്രം, ടിൽ, സിൻസ്, ബിഫോർ. ഏതാ ടെൻസ്? ഹി ഹാസ് ബീൻ വർക്കിംഗ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇവിടെ ഒരു പോയിൻ്റ് ഓഫ് ടൈമാണ് തന്നിട്ടുള്ളത് 1990 എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് എന്ത് വെക്കണം? ഓപ്ഷൻ സി സിൻസ് വെക്കണം. ഓപ്ഷൻ സി സിൻസ്. ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 90-90. ഓക്കെ, സിൻസും ഫോറുമാണ് കൂടുതലായിട്ട് വരാറ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ. ഇവിടെ 4 തന്നിട്ടില്ല, സിൻസ് മാത്രമേ ഉള്ളൂ. 4 ഒരു പീരിയഡ് ഓഫ് ടൈമും സിൻസ് ഒരു പോയിൻ്റ് ഓഫ് ടൈമുമായിട്ടാണ് ഉപയോഗിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഐ ഡാഷ് ഹിം 7 years ago. ഐ ഡാഷ് ഹിം 7 years ago. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, പാസ്റ്റ് സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ കുറച്ച് ടൈം വേർഡ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണത്? ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് സിമ്പിൾ പാസ്റ്റ് ടൈം വേർഡ്? യെസ്റ്റർഡേ, എഗോ, ലാസ്റ്റ്, പ്രീവിയസ്, ഫോർമർ, അങ്ങനത്തെ കുറച്ച് വാക്കുകൾ. ഇവിടെ എഗോ വന്നിട്ടുണ്ട് അല്ലേ? എഗോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ടത് എന്തായിരിക്കും? സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഓപ്ഷൻ നോക്കാം. മെറ്റ്, ഹാവ് മെറ്റ്, ഹാഡ് മെറ്റ്, ഹാവ് ബീൻ മെറ്റ്. ഇവിടെ ആകെ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് ഒന്നേ ഉള്ളൂ. ഏതാണത്? ഓപ്ഷൻ എ മെറ്റ് എന്നുള്ളത്. ഓപ്ഷൻ എ മെറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഐ മെറ്റ് ഹിം 7 years ago. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ വി വേർ യങ്, വെൻ വി വേർ യങ് വി ഡാഷ് പ്ലേ മോസ്റ്റ് ഓഫ് ദ ടൈം. വെൻ വി വേർ യങ് വി ഡാഷ് പ്ലേ മോസ്റ്റ് ഓഫ് ദ ടൈം. ഓപ്ഷൻ ക്യാൻ, കുഡ്, മേ, മൈറ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ? ക്യാൻ, കുഡ്, മേ, മൈറ്റ്. ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ, വെൻ വി വേർ യങ് കുട്ടികളായിരുന്നപ്പോൾ പാസ്റ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. വി ഡാഷ് പ്ലേ മോസ്റ്റ് ഓഫ് ദ ടൈം. അധിക സമയത്തും ഞങ്ങൾക്ക് കളിക്കാൻ കഴിഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പാസ്റ്റ് ആയിരിക്കും വരിക, ക്യാനും മേ വരില്ല. പിന്നെ കുഡ്, മൈറ്റ്. അപ്പോൾ അതാണ് കഴിവ് എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? കുഡ്. ഓക്കെ, വി കുഡ് പ്ലേ മോസ്റ്റ് ഓഫ് ദ ടൈം. ഓപ്ഷൻ ബി. വെൻ വി വേർ യങ് വി കുഡ് പ്ലേ മോസ്റ്റ് ഓഫ് ദി ടൈം. ഓക്കെ, അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ. 14. എലഫൻസ് ഡാഷ് ഈറ്റ് ഫ്ലഷ്. എലഫൻസ് ഡാഷ് ഈറ്റ് ഫ്ലഷ്. അതായത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്. എലിഫൻറ്റ്സ് ഡാഷ് ഈറ്റ് ഫ്ലഷ്, അതൊരു സത്യമാണ്. അപ്പോൾ അത് സിമ്പിൾ പ്രസൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഓപ്ഷൻ കുഡ് നോട്ട്, നെവർ, ഡിഡ് നോട്ട്, ഹാവ് നോട്ട്. ഏതാണ് വരിക? കുഡ് നോട്ട് പാസ്റ്റായി, ഹാവ് നോട്ട് വേണ്ട. കാരണം എലിഫൻറ്റ്സ് ഹാവ് നോട്ട് ഈറ്റ് ഫ്ലഷ് എന്ന് വരില്ല. ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നർത്ഥം. ഓക്കെ, ഡിഡ് നോട്ടും വരില്ല, പാസ്റ്റായി. പിന്നെ നെവർ, നെവർ എന്നുള്ളതാണ് ആൻസർ. കാരണം പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റിൽ ഉപയോഗിക്കുന്ന വാക്കാണ് നെവർ. എലഫൻറ്റ്സ് നെവർ ഈറ്റ് ഫ്ലഷ്. ആനകൾ മാംസം കഴിക്കില്ല. ഓക്കെ, അതൊരു ജനറൽ ട്രൂത്താണ്. എലഫൻറ്റ്സ് നെവർ ഈറ്റ് ഫ്ലഷ്. ഓക്കെ, അപ്പോൾ ജനറൽ ട്രൂത്ത് പറയാൻ വേണ്ടി നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ സെൻറ്റൻസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഫൈൻഡ് ഔട്ട് ദ സെൻറ്റൻസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസിനെ കണ്ടെത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ രൂപം. ഓപ്ഷൻ ഞാൻ വായിക്കാം. വെൻ ഐ അറൈവ്ഡ് രാജു ഹാസ് ജസ്റ്റ് ലെഫ്റ്റ്. ഓപ്ഷൻ ബി വെൻ ഐ അറൈവ്ഡ് രാജു ഹാഡ് ജസ്റ്റ് ലെഫ്റ്റ്. വെൻ ഐ അറൈവ്ഡ് രാജു വാസ് ജസ്റ്റ് ലെഫ്റ്റ്. വെൻ ഐ അറൈവ്ഡ് രാജു വാസ് ജസ്റ്റ് ലിവിങ്. അതായത് ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് കാണാൻ പറഞ്ഞതെങ്കിലും രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സെൻറ്റൻസിൽ നടക്കുന്നത് അല്ലേ? രണ്ട് കാര്യങ്ങൾ, ഒന്ന് രണ്ടും പാസ്റ്റിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം. അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതായിരിക്കും പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ രൂപം? എന്താ? ഹാഡ് പ്ലസ് V3 അല്ലേ? അപ്പോൾ ഏതാണ് ഹാഡ് പ്ലസ് V3 ഉള്ളത്? ഇവിടെ ആകെ ഒന്നേ ഉള്ളൂ. ഏതാണത്? ഓപ്ഷൻ ബി വെൻ ഐ അറൈവ്ഡ്. ഞാൻ എത്തിയപ്പോഴേക്കും രാജു ഹാഡ് ജസ്റ്റ് ലെഫ്റ്റ്. രാജു അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു അല്ലേ? ഞാൻ എത്തിയപ്പോഴേക്കും രാജു അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ്. വെൻ ഐ അറൈവ്ഡ് രാജു ഹാഡ് ജസ്റ്റ് ലെഫ്റ്റ്. ഹാഡ്
ജസ്റ്റ് ലെഫ്റ്റ്, ഹാർഡ് ലെഫ്റ്റ് അല്ലേ, ഹാർഡ് പ്ലസ് V3, ഹാർഡ് പ്ലസ് ലെഫ്റ്റ്, അതാണ് ഹാർഡ് പ്ലസ് V3. ബാക്കിയൊന്നും വരില്ല. ഹാസ് ജസ്റ്റ്, ഹാസ് വരില്ല, വാസ് വരില്ല, വാസ് വരില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കാം 16ാമത്തെ ക്വസ്റ്റ്യൻ. ഐ ഡാഷ് യു ആർ റോങ്. ഐ ഡാഷ് യു ആർ റോങ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ തിങ്ക്, ഓപ്ഷൻ ബി തിങ്സ്, ഓപ്ഷൻ സി തോട്ട്, ഓപ്ഷൻ ഡി ആർ തിങ്കിങ് അല്ലേ? ഏതാണ് കറക്റ്റ് ആൻസർ? ചിന്തിക്കാനൊന്നുമില്ല, നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന വാക്കാണ്. ഓപ്ഷൻ എ ഐ തിങ്ക് യു ആർ റോങ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഐ തിങ്ക് യു ആർ റോങ്. ഓക്കെ, അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഫോം ഓഫ് വെർബ്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഫോം ഓഫ് വെർബ്. വെൻ ഐ റീച്ച്ഡ് ഹോം മൈ ഫാദർ ഡാഷ് ടു ബെഡ്. വെൻ ഐ റീച്ച്ഡ് ഹോം മൈ ഫാദർ ഡാഷ് ടു ബെഡ്. ഞാൻ വീട്ടിൽ എത്തിയപ്പോഴേക്കും എൻ്റെ ഫാദർ ബെഡിൽ പോയി കിടന്നിരുന്നു, അതായത് ഫാദർ കിടന്നിരുന്നു എന്നുള്ള അർത്ഥത്തിൽ. യെസ്, ഏതാണ്? വെൻഡ്, ഹാഡ് ഗോണ്, ഗോണ്, വുഡ് ഹാവ് ഗോണ്. ഏതായിരിക്കും ഇവിടെ വരിക? വെൻ ഐ റീച്ച്ഡ് ഹോം, ഞാൻ വീട്ടിലെത്തി. മൈ ഫാദർ ഡാഷ് ടു ബെഡ്, അപ്പോൾ തന്നെ ഫാദർ എന്താണ്? ബെഡിലേക്ക് പോയിരുന്നു, ഉറങ്ങാൻ പോയിരുന്നു എന്നർത്ഥം അല്ലേ? ആദ്യം നടന്നത് ഏതാണ്? ഫാദർ ബെഡിലേക്ക് പോവുക എന്നുള്ള ക്രിയയാണ് അല്ലേ? അപ്പോൾ അത് ഏത് ടെൻസിൽ പറയണം? ഒരുപാട് തവണ PSC പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ആവർത്തിച്ച് വരുന്നതാണ് ഈ ഒരു മോഡൽ. അതായത് രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ തരും. ആദ്യം നടന്ന കാര്യം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും, രണ്ടാമത് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിലും പറയണം. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഐ റീച്ച്ഡ് ഹോം മൈ ഫാദർ ഡാഷ് ടു ബെഡ്. വെൻഡ്, ഹാഡ് ഗോണ്, ഗോണ്, വുഡ് ഹാവ് ഗോണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഹാഡ് ഗോൺ എന്നുള്ളതാണ്. ഹാഡ് പ്ലസ് V3, ഗോൺ എന്നുള്ളത് V3 ആണ്. ഗോ, വെൻഡ്, ഗോൺ. അപ്പോൾ ഹാഡ് ഗോൺ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 17. അടുത്ത 18 നോക്കാം. ദിസ് കാർ ഡാഷ് ടു മൈ ബ്രദർ. ദിസ് കാർ ഡാഷ് ടു മൈ ബ്രദർ. ഓപ്ഷൻ എ ഡു നോട്ട് ബിലോങ്, ഓപ്ഷൻ ബി ബിലോങ്ങിങ്, ഓപ്ഷൻ സി ബിലോങ്സ്, ഓപ്ഷൻ ഡി ഹാസ് ബിലോങ്ഡ്. ദിസ് കാർ ഡാഷ് ടു മൈ ബ്രദർ അതൊരു കോമൺ ആയിട്ടുള്ളൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ് അല്ലേ? ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ പറയാം. ഈ കാർ എൻ്റെ ബ്രദറിൻ്റെ ആണെന്ന് പറയാണ്. ദിസ് കാർ ബിലോങ്സ് ടു മൈ ബ്രദർ. ഓപ്ഷൻ സി ബിലോങ്സ്. ദിസ് കാർ എന്നുള്ളത് ഒറ്റ കാറേ ഉള്ളൂ, സിംഗുലർ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു? ബിലോങ്സ് ഉപയോഗിച്ചു. ദിസ് കാർ ബിലോങ്സ് ടു മൈ ബ്രദർ. ഓക്കെ, അടുത്ത് 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഷേക്സ്പിയർ ഡാഷ് ആസ് ദ ഗ്രേറ്റസ്റ്റ് പ്ലേ റൈറ്റർ. ഷേക്സ്പിയർ ഡാഷ് ആസ് ദി ഗ്രേറ്റസ്റ്റ് പ്ലേ റൈറ്റർ. 19ാമത്തെ ക്വസ്റ്റ്യൻ ആണത്. എന്താണ് ഇതിൻ്റെ ആൻസർ? ഓപ്ഷൻ വായിക്കാം. ഈസ് റിഗാർഡഡ്. ഓപ്ഷൻ ബി ഈസ് റിഗാർഡിങ്. ഓപ്ഷൻ സി റിഗാർഡ്സ്. ഓപ്ഷൻ ഡി ഹാസ് റിഗാർഡഡ്. ഇത് ഒരു പാസീവ് ഫോമാണ്. പാസീവ് ഫോമാണ്. ഷേക്സ്പിയറിനെ എങ്ങനെ പരിഗണിക്കുന്നു? ഒരു ഗ്രേറ്റസ്റ്റ് പ്ലേ റൈറ്റർ ആയിട്ട് പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ഇവിടുത്തെ ആൻസർ. അപ്പോൾ നമ്മൾ ഏത് ഉപയോഗിക്കും? ഷേക്സ്പിയർ റിഗാർഡ്സ് ആണോ, ഈസ് റിഗാർഡിങ് ആണോ, ഹാസ് റിഗാർഡഡ് ആണോ, ഈസ് റിഗാർഡഡ് ആണോ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഈസ് റിഗാർഡഡ്. ഷേക്സ്പിയർ ഈസ് റിഗാർഡഡ്. ഷേക്സ്പിയർ പരിഗണിക്കപ്പെടുന്നു എങ്ങനെ? ആസ് ദി ഗ്രേറ്റസ്റ്റ് പ്ലേ റൈറ്റർ, ഒരു വലിയ എഴുത്തുകാരൻ എന്ന നിലയിൽ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പറയേണ്ടത് പാസീവ് ഫോമിലാക്കിയിട്ടാണ് അത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ബാക്കിയൊന്നും അങ്ങനെ വരില്ല. അടുത്ത് നോക്കാം 20. മൈ പാരൻസ് ഡാഷ് പാരീസ് ലാസ്റ്റ് മന്ത്. മൈ പാരൻസ് ഡാഷ് പാരീസ് ലാസ്റ്റ് മന്ത്. ലാസ്റ്റ് മന്ത് എന്ന് വന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, ഏതായിരിക്കും ടെൻസ്? ഓപ്ഷൻ എ ഹാവ് വിസിറ്റഡ്, വിൽ ഹാവ് വിസിറ്റഡ്. ഓപ്ഷൻ സി വിസിറ്റഡ്. ഓപ്ഷൻ ഡി ഹാസ് വിസിറ്റഡ്. ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് ഇയർ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഡേ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കണം. അപ്പോൾ അവിടെ സിമ്പിൾ പാസ്റ്റ് ഏതാ? വിസിറ്റഡ് എന്നുള്ളതാണ്. മൈ പാരൻസ് വിസിറ്റഡ് പാരീസ് ലാസ്റ്റ് മന്ത്. ഓക്കെ ഓക്കെ, ഓപ്ഷൻ സി ആണ്. മൈ പാരൻസ് വിസിറ്റഡ് പാരീസ് ലാസ്റ്റ് മന്ത്. ഓക്കെ, അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ. വി ട്രൈഡ് അവർ ബെസ്റ്റ് ബട്ട് ഡാഷ് നോട്ട് വിൻ ദ മാച്ച്. വി ട്രൈഡ് അവർ ബെസ്റ്റ് ബട്ട് ഡാഷ് നോട്ട് വിൻ ദി മാച്ച്. 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ വായിക്കാം. കുഡ്, ഷുഡ്, മേ, ക്യാന്. വി ട്രൈഡ്, ട്രൈഡ് എന്നുള്ളത് പാസ്റ്റ് ആണ്. വി ട്രൈഡ് അവർ ബെസ്റ്റ്, ഞങ്ങളെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. ബട്ട് നോട്ട് ഡാഷ് നോട്ട് വിൻ ദി മാച്ച്, മാച്ച് വിജയിക്കാൻ കഴിഞ്ഞില്ല.
അപ്പോൾ ഓപ്ഷൻ ഏത് വരും? കുഡ്, ഷുഡ്, മേ, ക്യാൻ. മേയും ക്യാനും നമുക്ക് ഒഴിവാക്കാം, കാരണം അത് പാസ്റ്റ് അല്ല. പിന്നെ കുഡ്, ഷുഡ്. കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഏത് വരും? ക്യാൻ കഴിഞ്ഞു, ക്യാൻ കഴിയും. കുഡ്, യെസ്, ക്യാനിൻ്റെ പാസ്റ്റാണ് കുഡ്. അപ്പോൾ വി ട്രൈഡ് അവർ ബെസ്റ്റ് ബട്ട് കുഡ് നോട്ട് വിൻ ദി മാച്ച്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വി ട്രൈഡ് അവർ ബെസ്റ്റ് ബട്ട് കുഡ് നോട്ട് വിൻ ദി മാച്ച്. ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടും മാച്ച് വിജയിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 22. ശ്രീമതി രജനി ഡാഷ് ടു ടീച്ച് മീ ഡാൻസ് എവറി സൺഡേ. ഇവിടെ കം എന്നുള്ളത് ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ കറക്റ്റ് ഫോം എടുത്ത് എഴുതാനാണ്. ശ്രീമതി രജനി ഡാഷ് ടു ടീച്ച് മീ ഡാൻസ് എവറി സൺഡേ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എവറി ഡേ, എവറി മൺഡേ, എവറി ഡേ, എവറി വീക്ക്, എവറി ഇയർ, എവറി മന്ത് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കും. ഇവിടെ രജനി എന്നുള്ളത് സിംഗുലർ ആണ്, ശ്രീമതി രജനി. അപ്പോൾ കം എന്നുള്ളത് എന്താവും? കെയിം, കംസ്, കം, കമ്മിങ്. ഇതിലേത് വരും? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആകണം സിമ്പിൾ പ്രസൻറ്റിൽ. അപ്പോൾ ഓപ്ഷൻ ബി കംസ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി കംസ്. ശ്രീമതി രജനി കംസ് ടു ടീച്ച് മീ ഡാൻസ് എവരി സൺഡേ. അത് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. എല്ലാ ഞായറാഴ്ചകളിലും രജനി എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ വരും. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി കംസ് എന്നുള്ളതാണ്. അടുത്ത 23 ക്വസ്റ്റ്യൻ നോക്കാം. ഐ ഡാഷ് ആൾ ഓഫ് ഹാർഡീസ് നോവൽസ് ബൈ നെക്സ്റ്റ് ഇയർ. ഐ ഡാഷ് ആൾ ഓഫ് ഹാർഡീസ് നോവൽ ബൈ നെക്സ്റ്റ് ഇയർ. നെക്സ്റ്റ് ഇയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താ? അടുത്ത വർഷം. അതൊരു ഫ്യൂച്ചർ ടെൻസ് ആണ് എന്ന്, അല്ലേ? അപ്പോൾ എന്ത് വരും? ഐ ഷാൾ ബി റീഡിങ് വരുമോ? ഐ വിൽ റീഡ് വരുമോ? ഐ ഷാൾ ഹാവ് റീഡ് വരുമോ? ഐ ഷാൾ ഹാവ് ബീൻ റീഡിങ് വരുമോ? ഏതാണ് വരിക? 23 ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഐ ഡാഷ് ആൾ ഓഫ് ഹാർഡീസ് നോവൽ ബൈ നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം ആകുമ്പോഴേക്കും ഞാൻ ഹാഡിയുടെ എല്ലാ നോവലും വായിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഏതാണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് വരേണ്ടത്, അല്ലേ? ഫ്യൂച്ചർ പെർഫെക്റ്റ്. അപ്പോൾ എങ്ങനെ വരും? ഐ ഷാൾ ഹാവ് റെഡ്. ഐ ഷാൾ ഹാവ് റെഡ് ആൾ ഓഫ് ഹാർഡീസ് നോവൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 24 ക്വസ്റ്റ്യൻ. ഇറ്റ് ഡാഷ് റെയിൻ ദിസ് ഈവനിങ്. ഇറ്റ് ഡാഷ് റെയിൻ ദിസ് ഈവനിങ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇറ്റ് ഡാഷ് റെയിൻ ദിസ് ഈവനിങ് എന്നുള്ളതാണ്. ഓപ്ഷൻ വായിക്കാം. കുഡ്, ക്യാന്, മേ, ഈസ്. കുഡ്, ക്യാന്, മേ, ഈസ്. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, മേ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. മേ. ഇറ്റ് മേ റെയിൻ ദിസ് ഈവനിങ്. അതൊരു പോസിബിലിറ്റിയെ കാണിക്കുകയാണ്, അല്ലേ? ഇറ്റ് മേ റെയിൻ ദിസ് ഈവനിങ്. ഈ ഈവനിങ്ങിൽ, ഇന്ന് ഈവനിങ്ങിൽ മഴ പെയ്യാം. ഓക്കെ, അടുത്ത 25 ക്വസ്റ്റ്യൻ. വി ഡാഷ് ഇൻ ദിസ് ടൗൺ സിൻസ് 1955. വി ഡാഷ് ഇൻ ദിസ് ടൗൺ സിൻസ് 1955. നേരത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തിരിച്ചു തന്നിക്കാണ്. സിൻസും ഫോറും നമ്മൾ പഠിച്ചു, അല്ലേ? ഏത് ടെൻസിലാണ് സിൻസും ഫോറും വരിക എന്ന് നമുക്കറിയാം. ആ ക്വസ്റ്റ്യൻ തന്നെ കുറച്ച് തിരിച്ചിട്ടുകയാണ്, അല്ലേ? അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ എ ഹാവ് ബീൻ ലിവിങ്, ഹാഡ് ബീൻ ലിവിങ്, ഹാസ് ബീൻ ലിവിങ്, വേർ ലിവിങ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ഹാവ് ബീൻ ലിവിങ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. വി ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് ടൗൺ സിൻസ് 1955. കാരണം ഹാവ് ബീൻ ലിവിങ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ത്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അല്ലേ? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഹാഡ് ബീൻ ലിവിങ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഹാസ് ബീൻ ലിവിങ് എന്നുള്ളത് സിംഗുലർ ആണ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. വേർ ലിവിങ് പാസ്റ്റ് ആണ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് വി ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് ടൗൺ സിൻസ് 1955. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ